തൊണ്ടി മുതൽ തിരുമറി കേസിലെ ശിക്ഷാവിധി മരവിപ്പിച്ചത് മുൻ മന്ത്രി ആന്റണി രാജുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങി CPIM. തിരുവനന്തപുരത്ത് ആന്റണി രാജുവിനോളം സ്വീകാര്യത ആർക്കുമില്ലെന്നും വിജയം സുനിശ്ചിതമാണെന്നും ഉറപ്പുള്ളതുകൊണ്ടാണ് CPMന്റെ ഈ തീരുമാനം. ആന്റണി രാജുവിനെതിരായ പ്രചാരണങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനാണ് മുന്നണിയുടെ നീക്കം. ശിക്ഷാവിധി മരവിപ്പിച്ചതോടെ മത്സരിക്കാമെന്ന് CPIM ആന്റണി രാജുവിനെ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി വിജയിപ്പിച്ചെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് CPIM ആന്റണി രാജുവിലേക്ക് തന്നെ എത്തിയത്. ആന്റണി രാജുവിനെതിരായ പ്രചരണങ്ങളെ LDF ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കാനാകുമെന്നും സംസ്ഥാന വ്യാപക പ്രചരണമുണ്ടായാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുമാണ് വിലയിരുത്തൽ. ശിക്ഷാവിധി മരവിപ്പിച്ചില്ലെങ്കിൽ സീറ്റിന്റെ കാര്യത്തിൽ പിന്നാലെ തീരുമാനമെടുക്കാമെന്നാണ് CPIM നിലപാട്. അതേസമയം തൊണ്ടി മുതൽ കേസിലെ ശിക്ഷാവിധി മരവിപ്പിക്കാമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു നൽകിയ അപ്പീൽ ഇന്നാണ് കോടതി പരിഗണിക്കുന്നത്. ശക്തമായ വാദം കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. കോടതിയുടെ അനുമതിയില്ലാതെ അനധികൃതമായാണ് ഒന്നാം പ്രതിയിൽ നിന്ന് ആന്റണി രാജു തൊണ്ടി മുതൽ കൈപ്പറ്റിയത്. തൊണ്ടി മുതൽ കൈമാറാൻ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നില്ല. ആന്റണി രാജുവിന്റെ കൈവശമിരുന്നപ്പോഴാണ് തൊണ്ടി മുതൽ കൃത്രിമം നടത്തിയത്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളുണ്ടെന്നും വഞ്ചൂർ പോലീസ് ഹൈക്കോടതി അറിയിച്ചിരുന്നു. അക്കാലയളവിൽ എന്തൊക്കെ ചെയ്തുവെന്ന് പ്രതിക്ക് മാത്രം അറിവുള്ള കാര്യമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കുറ്റമാണിത്. തൊണ്ടി മുതലിൽ കൃത്രിമത്വം നടന്നുവെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയിക്കപ്പെട്ടുവെന്നും പ്രോസിക്യൂഷൻ മറുപടി നൽകിയിരുന്നു. 1990 ഏപ്രിൽ 4-ന് അടിവസ്ത്രത്തിൽ ലഹരി വസ്തു ഒളിപ്പിച്ച് കേരളത്തിലെത്തിയപ്പോൾ പിടിക്കപ്പെട്ട ഓസ്ട്രേലിയൻ പൗരൻ സാർലിയെ രക്ഷപ്പെടുത്താൻ വിചാരണ സമയത്ത് തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് ആന്റണി രാജുവിനെ നെടുമങ്ങാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചത്. 10 വർഷം ശിക്ഷിച്ച വിദേശ പൗരനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കോടതി ക്ലർക്ക് ജോസിന്റെ സഹായത്തോടെ കോടതിയിൽ നിന്നും പുറത്തേക്കെടുത്ത് വെട്ടിച്ചെറുതാക്കി വീണ്ടും കോടതിയിൽ വെക്കുകയായിരുന്നു. തൊണ്ടിവസ്ത്രം പ്രതിയുടേതല്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് 4 വർഷത്തിനു ശേഷം ഹൈക്കോടതി സാൽവദോറിനെ വെറുതെ വിട്ടത്. ഈ കേസിൽ തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവ് ഉണ്ടാക്കൽ, ഗൂഢാലോചന, വ്യാജരേഖയുണ്ടാക്കൽ എന്നിവയ്ക്കാണ് ആന്റണി രാജുവിനെതിരെ കേസെടുത്തത്. 3 പതിറ്റാണ്ട് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരുന്നു കോടതി ആന്റണി രാജുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഇതേ ദിവസം തന്നെ ആന്റണി രാജുവിനുള്ള ശിക്ഷയും കോടതി വിധിച്ചിരുന്നു. 3 വർഷം തടവിന് പുറമെ 10,000 രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു. ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വവും റദ്ദാക്കപ്പെട്ടിരുന്നു.